രഞ്ജുവാണ് ടൂസൺ ബോർഡിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക. സാധാരണ യൂറോപ്പിൽ പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് പാസ്പോർട്ടിൽ എൻട്രിയും എക്സിറ്റും സ്റ്റാമ്പ് ചെയ്യുകയാണ് പതിവ്. ഇനി ആ സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടി പൂർണ്ണമായിട്ട് നിർത്തുകയാണ്. പുതിയ സിസ്റ്റം കൊണ്ടുവരുവാണ്. EES സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. എൻട്രി എക്സിറ്റ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫിസിക്കലി സ്റ്റാമ്പ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഇത് അവർ ഓൺലൈനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് സെക്യൂരിറ്റിയും ടൈം കൺസ്യൂമിങ് കുറയ്ക്കുക, പിന്നെ ടോട്ടലി നമ്മളെ മോണിറ്റർ ചെയ്യുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ EES കൊണ്ടുവരുന്നത്. ഇനിയും നമ്മൾ ഷെങ്കനിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഫേസ് റെക്കഗ്നൈസ് ചെയ്യും. അതേപോലെ നമ്മുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് റെക്കോർഡ് ആക്കിയിട്ട് അത് ഡിജിറ്റലി രജിസ്റ്റർ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്, EESൽ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ടോട്ടലി മോണിറ്റർ ചെയ്യാനാണ്. ഏത് ഷെങ്കൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാലും ഇത് വെച്ചിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഷെങ്കനിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 90 days ആണ് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി ചെയ്യുന്നത്, എവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മളെ അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ഡേറ്റയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഷെങ്കൻ കൺട്രീസിൽ നിന്ന് അടുത്ത ഷെങ്കൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ അവിടെ ബോർഡർ ചെക്കിങ്ങോ അവിടെ ഇത് വെച്ചിട്ട് പരിശോധന ഒന്നും ഉണ്ടാവില്ല. G7 അല്ലെങ്കിൽ വലിയ സബ്മിറ്റ് ഒക്കെ നടക്കുമ്പോൾ മാത്രമേ ഒരു കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിയിലേക്ക് ബോർഡറിൽ വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യാറുള്ളൂ. നോർമൽ കേസിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഈ ബയോമെട്രിക്കും ഫേസ് റെക്കഗ്നീഷനും ഒക്കെ വെച്ചിട്ട് EES സിസ്റ്റം കൊണ്ടുവന്നത്. വേൾഡിലെ എല്ലാ രാജ്യങ്ങളും ഇതേപോലെ അവിടെ വിസിറ്റർ വന്നു കഴിഞ്ഞാൽ അവരെ പോകുന്നത് വരെ മോണിറ്റർ ചെയ്യാനുള്ള ഓരോരോ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷെങ്കൻ ഏരിയയിൽ 29 രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയനിലെ 25, യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത ബാക്കി 4 രാജ്യങ്ങൾ ഉൾപ്പെടെ 29 രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ EES എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഓവർ സ്റ്റേ ഒക്കെ ഒഴിവാക്കാനായിട്ടും അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ഒരു ക്ലോസ് മോണിറ്റർ ചെയ്യാനായിട്ടും പിന്നെ അവരുടെ എൻട്രിയും എക്സിറ്റും ഒക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ വളരെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ രാജ്യങ്ങളിലൊക്കെ പോകാവൂ. ഓവർ സ്റ്റേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ വേഗം പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.